ഹരേ കൃഷ്ണ. ജയ രാധ മാധവ കുഞ്ച വിഹാരി ജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച വിഹാരി ജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന. യശോദനന്ദന വ്രജ ജനരഞ്ജന. യമുന തീര വനചാരി. യമുന തീര ജയ രാധ മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന. യമുന തീര വനചാരി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ. ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ. ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ. ജയ രാധ മാധവ മാധവ ജയ രാധ മാധവ മാധവ ജയ ജഗന്നാഥ ജയ ബലദേവാ ജയ സുഭദ്രമായ ജയ സുദർശന. ജയ ജഗന്നാഥ ജയ ബലദേവാ ജയ സുഭദ്രമായ ജയ സുദർശന. ജയ ഗൗരനിതായ ജയ ഗൗരനിതായ ജയ ഗൗരനിതായ ജയ ജയ ഗൗരനിതായ ജയ ഗൗരനിതായ ജയ ഗൗരനിതായ ജയ ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ ജയ പഞ്ചതത്വാ ജയ പഞ്ചതത്വാ ജയ പഞ്ചതത്വാ ജയ പഞ്ചതത്വാ ജയ പഞ്ചതത്വാ ജയ പഞ്ചതത്വാ ജയ 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 പ്രഭുപാദ പ്രഭുപാദ ജയ ജയ ശ്രീനാഥ ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ശ്രീനാഥ ഗുരുദേവ്. നിതായ് ഗൗര
अज्ञानतिमिरान्धस्य ज्ञानाञ्जनाशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललितश्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्ता नमोस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरूपश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवति उत्तमश्लोके भक्तिर्भवति नैष्ठिकी। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्य ईश्वरं। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनि नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। हरे कृष्ण। മലയുണ്ടോ? ബ്രഹ്മസംഹിത ഒന്നിച്ച് വായിക്കാമല്ലോ. അപ്പം നമുക്ക് 2 സെറ്റ് വരെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ഇന്ന് 2 സെറ്റ്, മൂന്നാമത്തേൽ വായിക്കാം. 1, 2 കഴിഞ്ഞ് 3 വായിച്ചത്. എന്നിട്ട് മീനിങ് നമുക്ക് മീനിങ് മൂന്നാമത്തെ മാത്രം വായിക്കാം. തുടങ്ങാം. ഈശ്വര പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം ചിന്താമണി പ്രകര സത്മസുകൽപ വൃക്ഷ ലക്ഷാവൃതേഷു സുരഭിരവിപാലയന്തം ലക്ഷ്മീ സഹസ്രശത സംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദിപുരുഷം ഭജാമി. വേണും പുനന്ദമരവിന്ദദളായദാക്ഷം ബർഹാവതം സമസിതാംബുജസുന്ദരാംഗം കന്ദർപ്പകോടികമനീയ വിശേഷശോഭം ഗോവിന്ദമാദിപുരുഷം ഭജാമി. ആലോലചന്ദ്രകലസത്മനമാല്യവംശീ രത്നാംഗദം പ്രണയകേളീകലാവിലാസം ശ്യാമം ത്രിഭംഗലളിതം നിയതപ്രകാശം ഗോവിന്ദമാദിപുരുഷം ഭജാമി. അംഗാനി യസ്യ സകലേന്ദ്രിയവൃത്തിമന്തി പശ്യന്തി പാന്തി കലയന്തി ചിരം ജഗന്തി ആനന്ദചിന്മയ സദുജ്ജല വിഗ്രഹസ്യ ഗോവിന്ദമാദിപുരുഷം ഭജാമി. അദ്വൈതമച്യുതമനാദി അനന്തരൂപം ആദ്യം പുരാണപുരുഷം നവയൗവനം ച വേദേഷു ദുർലഭമദുർലഭമാത്മഭക്തൗ
ഗോവിന്ദമാദിപുരുഷം അഹം ഭജാമി. പന്താസ്തു കോടിശതവത്സര സംപ്രഗമ്യോ വായോരഥാപി മനസോ മുനിപുംഗവാനാം സോഭ്യസ്തി യത്പ്രപദസിന്യതി ചന്ദ്യ തത്വേ ഗോവിന്ദമാദിപുരുഷം അഹം ഭജാമി. ഏകോപ്യസൗ രചയിതും ജഗദണ്ഡകോടിം യച്ഛക്തിരസ്തി ജഗദണ്ഡചയായ ദന്താ അണ്ഡാന്തരസ്തരവാണുചയാന്തരസ്ഥം ഗോവിന്ദമാദിപുരുഷം അഹം ഭജാമി. യദ്ഭാവഭാവിതധിയോ മനുജാസ്തഥൈവ സംപ്രാപ്യ രൂപമഹിമാസനയാനഭൂഷാ സുക്തര്യമേവ നിഗമപ്രതിതൈസ്തുവന്തി ഗോവിന്ദമാദിപുരുഷം അഹം ഭജാമി. ആനന്ദചിന്മയരസപ്രതിഭാവിധാഭിർയേവ നിജരൂപതയാ കലാഭി ഗോലോകയേവ നിവസത്യ കിലാത്മഭൂതോ ഗോവിന്ദമാദിപുരുഷം അഹം ഭജാമി. പ്രേമാഞ്ജനച്ഛുരിതഭക്തിവിലോചനേന സന്തസ്സദൈർഹൃദയേഷു വിലോകയന്തി സുന്ദരമചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം അഹം ഭജാമി. രാമാദിമൂർത്തിഷു കലാനിയമേവ തിഷ്ഠൻ നാനാവതാരമകരോത്ഭുവനേഷു ഹിന്ദു കൃഷ്ണ സ്വയം സമഭവത് പരമപുമാന്യോ ഗോവിന്ദമാദിപുരുഷം അഹം ഭജാമി. യസ്യ പ്രഭാ പ്രഭവതോ ജഗദണ്ഡകോടി കോടിഷ്വശേഷവസുധാദിവിഭൂതിഭിന്നം തദ്ബ്രഹ്മ നിഷ്കലമനന്തമശേഷഭൂതം ഗോവിന്ദമാദിപുരുഷം അഹം ഭജാമി. മായാഹി യസ്യ ജഗദണ്ഡശതാനി സൂത്രേ ത്രൈഗുണ്യതദ്വിഷയഭേദവിധായമാനാ സത്വാവലംബി പരസത്വം വിശുദ്ധസത്വം ഗോവിന്ദമാദിപുരുഷം അഹം ഭജാമി. ആനന്ദചിന്മയരസാത്മതയാ മനസു യപ്രാണിനാം പ്രതിഫലൻ സ്മരതാമുപേദ്യ ലീലായിതേന ഭുവനാനി ജയസ്യ ചസ്രം ഗോവിന്ദമാദിപുരുഷം അഹം ഭജാമി. ഗോലോകനാംനി നിജധാംനി തലേ ച തസ്യ ഹരിധാമസു തേഷു തേഷു തേ തേ പ്രഭാവനിജയാ വിഹിതാശ്ചയേന ഗോവിന്ദമാദിപുരുഷം അഹം ഭജാമി. പെട്ടെന്നൊന്ന് മീനിങ്ങൾ വായിച്ചു പോകാം, വൺ ബൈ വൺ. വായിക്കാം, സൈഡിൽ തുടങ്ങി. മുപ്പത്തൊമ്പതല്ല, അതാണോ? ആ, രാമാദി. ഓക്കെ, അടുത്തത്.
ഹരേ കൃഷ്ണ. ശ്ലോകം 9 ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 2, ഗീതാവിഷയ സംഗ്രഹം, ശ്ലോകം 9 വായിക്കാം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരം തപഃ ന യോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തുഷ്ണീം ബഭുവഃ. ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരം തപഃ ന യോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തുഷ്ണീം ബഭുവഃ. ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരം തപഃ ന യോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തുഷ്ണീം ബഭുവഃ. സഞ്ജയ ഉവാച സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരം തപഃ ന യോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൃഷ്ണീം ബഭുവഃ. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരം തപഃ ന യോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൃഷ്ണീം ബഭുവഃ. ഒരാൾ കൂടി വായിക്കും. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരം തപഃ ന യോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തുഷ്ണീം ബഭുവഃ. ഹരേ കൃഷ്ണ. വേർഡ് മീനിങ് വായിക്കാം ഒരുമിച്ച്. സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു, പരം തപഃ ശത്രുക്കളെ സംഹരിക്കുന്നവനും, ഗുഡാകേശ അജ്ഞാനത്തെ നശിപ്പിക്കുന്നവനും അർജുനൻ, ഋഷികേശനോട് ഇന്ദ്രിയങ്ങളുടെ നാഥനായ കൃഷ്ണനോട്, ഏവം ഉക്ത്വ ഇപ്രകാരം പറഞ്ഞിട്ട്, ന യോത്സ്യേ ഞാൻ യുദ്ധം ചെയ്യുകയില്ല ഇതി എന്ന് ഗോവിന്ദനോട്, കൃഷ്ണനോട്, ഇന്ദ്രിയ സുഖദാതാവിനോട് ഉക്ത്വ പറയുകയും, തുഷ്ണീ ബഭുവഃ മൗനിയായി ഭവിക്കുകയും ചെയ്തു. വിവർത്തനം വഹിച്ചിട്ടുള്ള പ്രഭ. സഞ്ജയൻ പറഞ്ഞു, ഇത്രയും പറഞ്ഞിട്ട് ശത്രു സംഹാരിയായ അർജുനൻ വീണ്ടും, ഗോവിന്ദ ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് കൃഷ്ണനെ ഉണർത്തിച്ചുകൊണ്ട് മൗനം പോയി. ഇപ്പോ നമ്മൾ കഴിഞ്ഞ 2 ശ്ലോകങ്ങളിൽ കണ്ടതെന്താണ്? 2.7 കാർപ്പണ്യ ദോഷം അല്ലെ നമ്മൾ കണ്ടു. ഭഗവാന്റെ മുന്നിൽ അർജുനൻ ഒരു സുഹൃത്ത് എന്ന ഇതിൽ നിന്ന് മാറിയിട്ട് ഒരു ഗുരു എന്ന സ്ഥാനം കൊടുത്ത് ഭഗവാന്റെ മുന്നിൽ സറണ്ടറായി. പിന്നെ അതിനെ ഒന്നുകൂടി ഒന്ന് ബലപ്പെടുത്താനായിട്ട് അല്ലെ രണ്ടാമത്തെ, അതായത് 2.8 അതായത് ഒരു പഴുതടച്ച് പറയാന്ന് പറഞ്ഞ പോലെ ഈ ഒരു ഇത്തരം ഇങ്ങനൊരു എൻ്റെ ഒരു മാനസിക വ്യഥയെ ശമിപ്പിക്കാൻ വേറൊന്നും കാണില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞത്, നമുക്ക് എത്രയൊക്കെ സുഖങ്ങൾ, അതാണ് ഇവിടെ പറയുന്നത്, 3 ലോകങ്ങൾ, അതായത് ശത്രുക്കളില്ലാത്ത ഒരു സാമ്രാജ്യം, സ്വർഗത്തിൽ ദേവന്മാർക്ക് ഉള്ളതുപോലെയുള്ള ഒരു സാമ്രാജ്യം, പിന്നെ സമ്പൽ സമൃദ്ധി, ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ഈ മനസ്സിന്റെ പ്രശ്നം എനിക്കിത് ശമിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു.
അപ്പൊ നമ്മൾ അതിൽ നിന്നൊരു രസം നമ്മൾ പഠിച്ചുവല്ല. നമുക്ക് എത്ര സമ്പത്തും വെൽത്തും മെറ്റീരിയലും ഉണ്ടെന്ന് പോലും മനസ്സ് നമുക്ക് സ്റ്റഡി അല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് അനുഭവിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ തിരിച്ച് ചിന്തിച്ചു കഴിഞ്ഞോളാം അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് ശരിക്കും ജീവിതത്തിൽ നേടേണ്ടത്? അപ്പൊ നമ്മൾ നേടുന്നത് ഒരുപാട് ആവശ്യത്തിനേ പാടുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് അത് ഒരിക്കലും ഒരു സുഖം തരില്ല. അതെല്ലാം താൽക്കാലിക സുഖമാണെന്നുള്ള കാര്യം നമ്മൾ അതിൽ നിന്നൊരു ലെസൺ എടുക്കും. ഇവിടെ ഇനി സഞ്ജയൻ ഇപ്പൊ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇതെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇതെല്ലാം കേൾക്കുമ്പോൾ ആര് സന്തോഷിക്കുന്നുണ്ട് അവിടെ? ധൃതരാഷ്ട്രം സന്തോഷിക്കുന്നുണ്ട് അല്ലെ. ധൃതരാഷ്ട്രം സന്തോഷിക്കും. അപ്പോ സഞ്ജയൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ധൃതരാഷ്ട്രന്റെ കണ്ണ് കണ്ടുകൂടാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ മുഖത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാവത്തിൽ നിന്നൊക്കെ സഞ്ജയന് കാര്യം മനസ്സിലാവുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിന് നന്നായിട്ട് സന്തോഷം വരുന്നുണ്ട്. അപ്പൊ സഞ്ജയന് കാര്യങ്ങൾ വ്യക്തമാണ്. സഞ്ജയന് അത്രയും കഴിവുണ്ട്. സഞ്ജയന് ഈ കഴിവ് കൊടുത്ത പോലെ സഞ്ജയന് അവിടെ നടക്കുന്നത് നേരിട്ട് കാണുന്നുണ്ട്. അപ്പൊ സഞ്ജയൻ ഇദ്ദേഹത്തിന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യം. കാരണം സഞ്ജയൻ ഇദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനാണ് അല്ലെങ്കിൽ എന്താ പറയുക, സെർവന്റ് പോലെ അദ്ദേഹത്തിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ധൃതരാഷ്ട്രന്റെ ഇതിലാണ്. അപ്പോ ധൃതരാഷ്ട്രക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം സഞ്ജയൻ കാണുന്നുണ്ട്. കാരണം ഇത് അറിയുമ്പോൾ അദ്ദേഹത്തിന് അപ്പോ അത് ആ ഒരു എന്താ പറയുക, നമ്മള് മനപ്പായസം എന്നൊക്കെ പറയണ പോലെ അത് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് നിർത്തേണ്ട സമയവുമായി എന്നുള്ള ഒരു ഇതുകൊണ്ട് സഞ്ജയൻ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ 2 ശ്ലോകം പറയുന്നത്. ഈ 9ഉം 10ഉം 11 ഭഗവാൻ പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 10, 20, 30 ശ്ലോകം വരെ ഭഗവാൻ തുടങ്ങുകയാണ് ഗീതോപദേശം. അപ്പോ അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് അർജുനൻ ഒരു പ്രാവശ്യം 54ലോ 55ലോ കണ്ട് ഒരു പ്രാവശ്യം അർജുനൻ കയറി വരും. പക്ഷെ വീണ്ടും ഭഗവാൻ വീണ്ടും 20 ശ്ലോകം കണ്ട് 72ാമത്തെ ശ്ലോകം വരെ പോകും. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഈ അർജുനന്റെ കഴിഞ്ഞു. ഇനി സഞ്ജയന്റെ 2 ശ്ലോകം കഴിഞ്ഞാൽ പിന്നെ 10-30 ശ്ലോകം ഭഗവാന്റെയാണ്. പിന്നെ ഒരു ശ്ലോകം ഉള്ളൂ അർജുനന്റെ ഈ അധ്യായം. പിന്നെ വീണ്ടും ഭഗവാൻ 72 വരെ കണ്ടിന്യൂ ചെയ്യും. 55 72 വരെ ഏതാണ്. ഇവിടെ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇവിടെ 9 ഇദ്ദേഹം പറയുന്നത്, സഞ്ജയ് പറയാണ് ധൃതരാഷ്ട്രോട്, ഇത് പറഞ്ഞ് ഈ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ എനിക്കിതൊന്നും വേണ്ട, ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മാനസിക വ്യഥ ഇല്ലാതാക്കാനായിട്ട് ഇതൊന്നും പറ്റില്ല, ഇതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് എനിക്ക് ഉപദേശം, അതായത് നീ പറയുന്നത് തന്നെ എനിക്ക് വേണം എന്നുള്ളത് ഉറപ്പിച്ച് പറയും. അത് നമുക്ക് ഒരു ഇതാണത്. അതായത് നമുക്ക് വേറെ എന്തുകൊണ്ടും മറ്റൊരു മെസ്സേജ് നമ്മൾ എടുക്കേണ്ടത് ഭൗതികത കൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങളെ ഭൗതികതയിൽ നമുക്ക് ഒരു കാര്യവും നമ്മൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് വരില്ല ലൈഫിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ പറയാണ്, ഗോവിന്ദ ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് ഉണർത്തിച്ചുകൊണ്ട് മൗനം പൂണ്ടു എന്നാണ് പറയുന്നത്. അതായത് ബപ്പുവ. ഇവിടുത്തെ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് ഈ പറഞ്ഞ പോലെ, അതായത് ധൃതരാഷ്ട്രയെ ആ ഒരു ഇതിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതാണ് ശരിക്കും ഇല്യൂഷൻ എന്ന് പറയുന്നത്. ധൃതരാഷ്ട്ര ഒരു വ്യാമോഹത്തിൽ പെട്ടിരിക്കുന്നു. കാരണം ധൃതരാഷ്ട്ര ഇങ്ങനെ മനപ്പായസം, അതാണ് വ്യാമോഹം, അതിൽ പെട്ടിരിക്കും. ഇവിടെ സഞ്ജയൻ പറഞ്ഞത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്ന്, ഏവമുക്ത ഹൃഷികേശം ഗുഡാകേശ പരന്നു. ഗുഡാകേശം മുമ്പ് നമ്മൾ രണ്ടും മുന്നേ വന്നിട്ടുണ്ട് അല്ലെ. ഹൃഷികേശൻ ആരാണ്? കൃഷ്ണനാണ് അല്ലെ, ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് ഋഷികേശൻ. ഗുഡാകേശൻ ആരാണ്? നമ്മൾ അതും മുമ്പത്തെ 1ാമത്തെ അധ്യായത്തിൽ വന്നിട്ടുണ്ട്. ഗുഡകേശൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അർജുനനാണ്. അതായത് ഗുഡാകേശ എന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്ഞാനത്തെ നശിപ്പിക്കുന്നവനാണ് അർജുനൻ. ഇവിടെ 2 തരം സെറ്റാണ് കാര്യങ്ങൾ പറയുന്നത്. ഒന്ന് വരുന്നത് ഏതാണ്? ഋഷികേശനാണ്. ഋഷികേശൻ കൃഷ്ണനും, ഋഷികേശനായ കൃഷ്ണൻ പറയുന്നത് ഗുഡാകേശനോടാണ്. അപ്പൊ 1ാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ, അർജുനൻ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ. അർജുനന് ലമെന്റേഷൻ സംഭവിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അർജുന വിലാപം വരാൻ കാരണം എന്താ വെച്ചാൽ കമ്പാഷൻ, കുറെ കാര്യങ്ങൾ, കുടുംബ ഇതുപോലുള്ള കാര്യങ്ങൾ. സഞ്ജയൻ ഈ ഒരു പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മളാണെങ്കിൽ അത് വിശദീകരിച്ച് പറയും. അപ്പോ അന്നത്തെ കാലഘട്ടം അല്ലെങ്കിൽ സംസ്കൃതത്തിൽ ഇങ്ങനെയുള്ള ഇതെന്ന് വെച്ചാൽ ഒറ്റ വാക്കി തന്നെ കാര്യങ്ങളെല്ലാം വരും.
അപ്പോ അതാണ് നമ്മൾക്ക് പുസ്തകം വായിച്ച് കിട്ടാത്തത്. നമ്മൾ ഈ നമ്മുടെ പരമ്പരയുടെ ആചാര്യന്മാരുടെ ഗുണങ്ങൾ കിട്ടുന്നത് വെച്ചാൽ അവരാണ് ബാക്കി എക്സ്പ്ലെയിൻ. കാരണം അവർക്ക് എങ്ങനെ വരുന്നു, അത് ഭഗവാൻ ഇങ്ങനെ ഉപദേശിച്ചു വരുന്ന പരമ്പരയിലാവുമ്പോൾ അവർക്ക് അതിൽ കൂടുതൽ കാര്യങ്ങൾ കിട്ടും. പക്ഷെ അതിങ്ങനെ കുറച്ച് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഈ വിവർത്തനങ്ങൾ പോലെ വരുന്നതല്ല. അദ്ദേഹത്തിന് അത് വരുന്നത് അദ്ദേഹത്തിന്റെ ഗുരു ഉപദേശിച്ചിട്ടുണ്ട്. ഗുരുവിന്റെ ഗുരു അങ്ങനെ കിട്ടിപ്പോന്നാണ് ഈ എക്സ്പ്ലനേഷൻ വരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്കിതൊന്നും അത് പറഞ്ഞു കഴിഞ്ഞു, അടുത്ത ശ്ലോകം വായിച്ചു പോകുന്നത്. ഇവിടെ ഋഷികേശൻ ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് അല്ലെ. പറയുന്നത് ആരോടാണ്? ഗുഡകേശനോടാണ്. എന്താണ് സഞ്ജയനോട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അർജുനന് ഇപ്പോ ഒരു സംഭവിച്ചിരിക്കുന്ന പ്രശ്നം അദ്ദേഹത്തിന്റെ കാർപ്പണ്യദോഷമാണ്. അതായത് ഓവർ പൊസസീവ്നെസ് കൊണ്ടാണ് അർജുനന് സംഭവിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? അത് ഇന്ദ്രിയങ്ങളാൽ വരുന്നത്. അത് നമ്മുടെ ഭൗതികമായി ഇന്ദ്രിയങ്ങളാൽ സംഭവിക്കുന്ന കാര്യമാണ് ആ പൊസസീവ്നെസ്. അത് ശാരീരികമാണ്. അർജുനന്റെ നമ്മുടെ എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളാരാണ്? ഋഷികേശനാണ്, ഭഗവാനാണ്. അപ്പോ ഋഷികേശന് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഋഷികേശൻ ഇത് പറയുന്നത് ഗുഡകേശനോടാണ്. കൃഷ്ണൻ അർജുനോട് പറഞ്ഞു എന്നല്ല സഞ്ജയൻ പറയുന്നത്, ഗുഡകേശനോടാണ്. ഗുഡകേശൻ അജ്ഞാനത്തെ ജയിക്കാൻ കഴിവുള്ളതാണ്. അപ്പൊ അർജുനന് ഇപ്പൊ ഒരു അജ്ഞാനമാണ് ബാധിച്ചിരിക്കുന്നത് അല്ലെ. അദ്ദേഹത്തിന് ഒരു അജ്ഞാനമുണ്ട്. അപ്പൊ അജ്ഞാനത്തെ ജയിക്കാൻ കഴിവുള്ള ഗുഡകേശൻ എന്ന പേരുള്ള ആളാണ് അർജുനൻ. പക്ഷെ താൽക്കാലികമായി പുള്ളിക്ക് എന്താ സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സഞ്ജയൻ ഉദ്ദേശിക്കുന്നത് ധൃതരാഷ്ട്രോട്, ഋഷികേശൻ ഗുഡകേശനെ ഉപദേശിക്കുകയാണെങ്കിൽ തീർച്ചയായും അജ്ഞാനത്തെ മറികടക്കാൻ കഴിവുള്ള ഗുഡകേശനെ ഋഷികേശന് വളരെ എളുപ്പത്തിൽ ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായോ? ഫസ്റ്റ് ലൈൻ്റെ മീനിങ് അതാണ്. ഫസ്റ്റ് ലൈൻ്റെ മീനിങ് ഒന്നാമത്തെ ലൈൻ്റെ അർത്ഥം അത് വന്നു. ഇനി രണ്ടാമത്തെ, ഇനി ഇവിടെ ഒരു കാര്യം ഇതിനകത്ത് പറയുന്നത്, രണ്ടാമത്തെ അടുത്തത് ഇവിടെ ഒരു കാര്യം ഭാവാർത്ഥത്തിൽ പറയുന്നു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ധൃതരാഷ്ട്ര സന്തോഷം, ഇത് താൽക്കാലികമായി അർജുനൻ ഇവിടെ കുടുംബത്തോടുള്ള മമതാബന്ധം നിമിത്തം അല്പസമയത്തേടെ വൃഥ ദുഃഖത്തിന് അടിമപ്പെട്ടുവെങ്കിൽ അർജുനൻ സർവോത്തമ ഗുരുവായ കൃഷ്ണനെ ഒരു ശിഷ്യനെ പോലെ അത് അടുത്ത സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ട കാര്യമാണ്. അതായത് ഇങ്ങനെയുള്ളൊരു ഫാമിലി ബന്ധം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം തകർന്നടിഞ്ഞ് ആത്മഹത്യ ചെയ്യാനോ, അദ്ദേഹം പറഞ്ഞു കുറെ കാര്യങ്ങൾ. പക്ഷെ അതെല്ലാം പറഞ്ഞിട്ട് സംഭവിച്ചെന്താ, നമ്മളാണെങ്കിൽ തകർന്നടിഞ്ഞു. പക്ഷെ അദ്ദേഹം ഒരു തീരുമാനം എടുത്തിരുന്നു. അദ്ദേഹം മനസ്സിലാക്കി എനിക്ക് കാർപ്പണ്യ ദോഷമാണ്, അല്ലെങ്കിൽ എനിക്ക് ഓവർ പൊസസീവിന്റെ പ്രശ്നം, അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനാകുന്നില്ല, ഒരു കാര്യം കൊണ്ടും എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനാകുന്നില്ല. പക്ഷേ കൃഷ്ണ, നിനക്ക് എന്നെ രക്ഷിക്കാനാവും, നീ എൻ്റെ ഗുരുവാണ്, ഞാൻ നിനക്ക് സറണ്ടർ ചെയ്യുന്നു എന്നുള്ളത്. ആ തീരുമാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥയിൽ പോകുന്ന ഒരാൾക്ക് ഇതിന് സാധിക്കണമെന്നില്ല. ഇവിടെ അദ്ദേഹം ഒരു തീരുമാനം എടുത്തു, എനിക്കൊരു മറ്റൊരാളുടെ സഹായം വേണം. അത് എങ്ങനെയുള്ള ആളുടെ സഹായം വേണം? ഇതേ ലെവലിലുള്ള ഒരാളുടെ അല്ല വേണ്ടത്, എനിക്കൊരു ഉയർന്ന തലത്തിലുള്ള ഒരാളുടെ സഹായം വേണം. അതിനാണ് നമ്മൾ ഗുരുവിനെ ആശ്രയിക്കുന്നത്. ഇപ്പൊ നമ്മൾ മെറ്റീരിയൽ ലൈഫിലാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു കാര്യം പഠിക്കണം, നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഒരു അധ്യാപകനെ തേടിപ്പോകും. കാരണം അദ്ദേഹത്തിന് കുറച്ചും കൂടി വിവരമുണ്ട് അല്ലെ, ക്വാളിഫിക്കേഷൻ ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് നമ്മളെ കുറിച്ച്, കാരണം അദ്ദേഹം ഇതിന്റെ പല തലങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാളിൽ നമ്മൾ ചെറിയൊരു കാര്യം അറിയാൻ പോയാലും നമുക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കും. അപ്പൊ ആ ഒരു തീരുമാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ലൈഫിലും നമ്മൾ ഒരു പ്രശ്നം വന്നിട്ട് തകർന്നടിഞ്ഞ് വീണ് പോകുമ്പോൾ നമുക്ക് തപ്പിൽ നടന്ന ഒരാളെ കിട്ടണമെന്നില്ല ഗുരുവിന്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലൈഫിൽ നമ്മളൊരു ഗുരുവിനെ, കാരണം നമ്മൾ ഭഗവത്ഗീതയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മൾ പറഞ്ഞല്ലോ പണ്ട് 84 ലക്ഷം തരം ജീവജാലത്തിലൂടെ നമ്മുടെ ആത്മാവ് കടന്നു പോകും, അതിനകത്ത് 4 ലക്ഷം തരമുള്ളൂ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞു. അതിലെല്ലാം ആ മനുഷ്യനായി നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ആധ്യാത്മിക ഗുരു ഉണ്ടായിരിക്കും. ഏതെങ്കിലും എന്ന് വെച്ചാൽ ശരിക്കുമുള്ള ഒരു റിയലിയാണ് നമുക്ക് വേണ്ടത്. ഒരു യഥാർത്ഥ ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത്. അത് ഉണ്ടായിരിക്കണം. ആ ഗുരുവിലൂടെ തന്നെ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കിയിരുന്നു. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനാവില്ല. നമ്മൾ എത്ര വിചാരിച്ചാലും, ഇപ്പൊ പലരും പറയാറുണ്ട്, ഞാനും വിചാരിച്ചിരുന്ന ആളാണ്, എന്തിനാണ് ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ, നമ്മളും ഭഗവാന്റെ ഇടയിൽ എന്തിനാണ് ഒരു തേർഡ് പേഴ്സൺ, ഞാൻ ചിന്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല ഭഗവാനെ നമുക്ക് മനസ്സിലാക്കി തരാൻ ഒരു അധ്യാപകൻ. ഇപ്പൊ നമ്മൾ വിചാരിക്കും 1ാം ക്ലാസ് മുതൽ ഞാൻ അങ്ങോട്ട് കോളേജ് വരെ ഞാൻ ഇനി തന്നെ പഠിക്കാൻ പോവാണ്.
സ്കൂളിൽ എല്ലാം സിലബസ് കൊടുത്ത് നമുക്ക് പഠിക്കാൻ സാധിക്കുമോ? ബുദ്ധിമുട്ടാണ് അല്ലെ? ഒരു ആളുടെ സഹായം നമുക്ക് വേണ്ടി വരും. അതിലൊരു ഉയർന്ന തലത്തിലുള്ള ഒരു അധ്യാപകന്റെ സഹായം നമുക്ക് വേണ്ടി വരും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതികമായി ഫിസിക്സ് കെമിസ്ട്രി പോലത്തെ പ്രശ്നങ്ങളല്ല ഇത്. കാരണം ഇതിനകത്തൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അത് പറഞ്ഞു തരാൻ കഴിവുള്ള ഒരു ആത്മീയ ആചാര്യന് തന്നെ സാധിക്കുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ അത് പെട്ടുപോകും അല്ലെ, അദ്ദേഹം ആള് തന്നെ തകർന്നടിക്കും. അപ്പൊ അതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു അർജുനൻ ചെയ്ത ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യമാണ് രണ്ടാമത്തെ. അതാണ് ഇവിടെ ആ മിഡിലിൽ പറയുന്നത് ഭാവാർത്ഥത്തിൽ. പിന്നെ അടുത്തൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, അങ്ങനെ ശരണം പ്രാപിച്ചാൽ, ഇപ്പൊ ഭഗവാനെ നമ്മൾ ആശ്രയിച്ചാൽ 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. കുടുംബസ്നേഹം മൂലമുളവായ മിഥ്യാവിലാപത്തിൽ നിന്ന് ക്ഷണേന മുക്തനായി എന്ന് വെച്ചാൽ, ഭഗവാനെ നമ്മൾ സറണ്ടർ ചെയ്താൽ, ഭഗവാനെ നമ്മൾ ഗുരുവായി സ്വീകരിച്ചു, അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്ക് ഇത്തരം ലമന്റേഷൻസ്, ഇത്തരം വിലാപങ്ങളിൽ നമ്മൾ മുക്തരാകും. അതൊരു പ്രധാന കാര്യമാണ്. അതായത് മനസ്സ് നമ്മുടെ വളരെയധികം എന്താ പറയുക, ഫ്ലെക്സിബിൾ ആകുന്ന, അല്ലെങ്കിൽ കിടന്ന് ഇളകുന്ന അല്ലെ, ആ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ശരിയല്ലേ? അതിങ്ങനെ ഒരു ചെറിയ കാര്യം മതി, നല്ല സന്തോഷിക്കുമ്പോൾ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു കാര്യം മതി, നമുക്ക് ഒന്നും വേണ്ട, വാട്സപ്പ് എടുത്ത് തുടങ്ങുമ്പോൾ അതിനകത്ത് ആരെങ്കിലും ഒരു പരിചയമില്ലാത്ത ഒരാളുടെ ഒരു അപകട വാർത്ത കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സ് ഇതാവും. ഇല്ല, ശരിയല്ലേ? നമ്മുടെ മൊത്തം മൂഡ് പോവും. അപ്പൊ അത് കാരണം അത്രയും നമ്മൾ സെൻസിറ്റീവാണ്. ആ സെൻസിറ്റിവിറ്റി ശരിയാക്കാനുള്ള ഒരു പരിശീലനം കൂടിയാണ് ഈ ഭഗവത്ഗീത. കാരണം അത് ആവശ്യമാണ്, ഇല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു പ്രധാനം. അപ്പൊ അത്തരം അതിനെ മിഥ്യാവിലാപം എന്നാണ് ഇവിടെ പറയുന്നത്. കണ്ടില്ല, അത് മിഥ്യ എന്ന് വെച്ചാൽ ഫാൾസ് ആയിട്ടുള്ള വിലാപം, അത് ശരിക്കുള്ള ഒരു വിലാപം അല്ല എന്ന് പറയും. ശരിക്കുള്ള വിലാപം നമുക്ക് ശരിയായിട്ട് തോന്നും, പക്ഷെ അത് ആക്ച്വലി നമ്മളുടെ ഒരു ഹ്യൂമൻ ഫോം ഓഫ് ലൈഫിൽ അതിനുവേണ്ടി കരയുന്നത് സമയം പാഴാക്കലാണ്. എന്ന് വെച്ചാൽ നമ്മൾ വികാരങ്ങൾ പ്രകടിപ്പിക്കരുത്, അതൊന്നും അല്ല, അതൊക്കെ പ്രകടിപ്പിക്കണം, പക്ഷെ അതിൽ നിന്ന് തിരിച്ചു വരാൻ നമുക്ക് പെട്ടെന്ന് തന്നെ സാധിക്കണം. ആ ഒരു ടൈമാണ് ഇമ്പോർട്ടൻറ്റ്. ഒരാള് സ്നേഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരാൾ കാണുമ്പോൾ കമ്പാഷൻ പ്രകടിപ്പിക്കാൻ പാടില്ല എന്നല്ല, അതെല്ലാം വേണം. പക്ഷെ അതേപോലെ തന്നെ തിരിച്ച് ആ സ്റ്റഡി ഫോമിൽ വന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ ഒരു പെൻഡുലം, നമ്മളിങ്ങനെ പെൻഡുലം അനക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കുമല്ലോ, ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് ഓസിലേഷൻ തുടങ്ങും അല്ലെ, കുറെ നേരം കഴിഞ്ഞു. അപ്പൊ എത്രയും പെട്ടെന്ന് അത് വന്ന് സ്റ്റഡി പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് രക്ഷപ്പെടും. എത്രത്തോളം അത് സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത്രയും പ്രശ്നങ്ങൾ ജീവിതത്തിൽ, ഇങ്ങനെ മാനസിക പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ആ പെൻഡുലം പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ആവാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ഒരു ഉദാഹരണം പറയുമ്പോൾ, ഇങ്ങനെ ഒരു മാഗ്നറ്റ്, ഒരു മെറ്റൽ ഇല്ലേ, ഒരു അയൺ പെൻഡന്റ് തൂക്കിയിടുക ഒരു ഇതിൽ, എന്നിട്ട് ഇങ്ങനെ താട്ടി വിടുക. അപ്പൊ അയൺ പെൻഡന്റിന്റെ നടുക്ക് നമ്മളോട് ഒരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മാഗ്നറ്റ് വരുന്ന ഏരിയ ഒരു ഡാമ്പർ വരും, അതായത് ഒരു പിടുത്തം വരും അല്ലെ. അപ്പൊ പതുക്കെ പെട്ടെന്ന് അത് അവിടെ നിൽക്കാൻ ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്ക് നമ്മളൊരു അട്രാക്ഷൻ ഉണ്ടാക്കിയാൽ ഈ പറഞ്ഞ പോലെ ആടുന്ന സാധനം പെട്ടെന്ന് അധികം ആടാണ്ട് നടുക്ക് തന്നെ വന്ന് നിൽക്കാൻ ശ്രമിക്കും. ഒരു ഉദാഹരണം പറയപ്പെട്ടത് അതുപോലെയാണ് ഇപ്പൊ പറയുന്നത്. രണ്ടാമത്തെ പറയുന്നു, ആത്മസാക്ഷാത്കാരത്താൽ, സെൽഫ് റിയലൈസേഷൻ അഥവാ കൃഷ്ണാബോധൽ പ്രകാശിതനായി എന്ന് വെച്ചാൽ, രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ ഇത്തരം ആവശ്യമില്ലാത്ത വിലാപങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിനെ പെട്ടെന്ന് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കും. രണ്ടാമത് നമുക്ക് സെൽഫ് റിയലൈസേഷൻ, നമ്മൾ എന്താണ്, നമ്മുടെ ആത്മാവ് എന്താണെന്നുള്ളതിന്റെ കൂടുതൽ, അതായത് നമ്മൾ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർട്സൺ ആണ്, നമ്മൾ എന്തായിരിക്കണം, എങ്ങനെയാണ് നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുവന്നുള്ള അതിന്റെ റിയൽ വെളിച്ചം നമ്മളിൽ വരും. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ശരീരമല്ല ആത്മാവാണ്, പക്ഷെ നമ്മളത് പറയുന്ന രീതി കൂടിയ വായിക്കുക, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടില്ല ഇപ്പോഴും. ശരിയല്ലേ? അതാണ് നമ്മൾ വരുത്തേണ്ടത്. ഇപ്പൊ നമ്മൾ പറയും നമ്മൾ ശരീരം ഒരു ആത്മാവാണെന്ന് പറയും, വെറുതെ പറയാനുള്ളത്. പക്ഷെ അത് നമുക്ക് മനസ്സിന്റെ അകത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഭഗവാന്റെ സഹായം കൂടിയേ തീരുവാനും ഭഗവാൻ വേണം. ആ ഇത് നമുക്ക് കൊണ്ടുവരാം. രണ്ടാമത്തെ കാര്യം അതാണ്, അതിന്റെ ഗുണമാണ്. അർജുനൻ നിശ്ചയമായി യുദ്ധം ചെയ്യുമെന്നത് കൂടി. അപ്പൊ 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, നമ്മൾ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് മിഥ്യാവിലാപം, ഭഗവാനെ സറണ്ടർ ചെയ്താൽ 3 ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത്. മിഥ്യാവിലാപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. സെൽഫ് റിയലൈസേഷൻ വളരെ പെട്ടെന്ന് നടക്കും. ആത്മസാക്ഷാത്കാരം നേടുമ്പോൾ നമുക്ക് അടുത്ത പടിയാണ്, നമുക്ക് ഭൗതികമായ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ശരിക്കും മുക്തനാകും. മൂന്നാമത്തെ, നമുക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നേരിട്ട് നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആ 3 കാര്യങ്ങളാണ് ഈ ഒരു ഭാവാർത്ഥത്തിൽ പറയുന്നത്. ഇനി അവിടെ പറയുന്നു, അർജുനൻ നിശ്ചയമായി യുദ്ധം ചെയ്യുമെന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ ഈ പറയുന്നതോടുകൂടി തന്നെ ധൃതരാഷ്ട്രമോഹം മ്ലാനമായി, സാഡായി കഴിഞ്ഞു. അവിടെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്താൽ
ഈ സഞ്ജയൻ ഇത് പറയുമ്പോൾ തന്നെ സന്തോഷമുള്ള ഒരു മുഖം അവിടെ വാടിക്കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിന് ജ്ഞാനമുണ്ട്, അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു കാര്യം എന്താണ് സഞ്ജയൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ട് പദപ്രയോഗത്തോടു കൂടി തന്നെ അദ്ദേഹം ഋഷികേശൻ ഗുഡകേശനോട് പറയുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ ധൃതരാഷ്ട്രക്ക് ഏതാണ്ട് കാര്യം മുഖത്തില് ഭാവം മാറിക്കഴിഞ്ഞു. കൃഷ്ണന്റെ ഉപദേശത്താൽ ഉദ്ബുദ്ധനായി അവസാനം വരെ പൊരുതുന്നതുകൊണ്ട് ധൃതരാഷ്ട്രക്ക് നൈരാശ്യത്തിന് വഴിയുള്ളൂ. ഇനി അടുത്ത പ്രയോഗം അവിടെ തന്നെ ആ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? നയോത്സ ഇതി ഗോവിന്ദം ഉക്വാ തുഷ്ണീം ബഭു. അപ്പൊ ഇനി അടുത്ത രണ്ട് കാര്യങ്ങൾ, ഒന്ന് പരന്തപ, ഒന്നാമത്തെ വരിയുടെ ലാസ്റ്റ് പരന്തപയുണ്ട്. അത് ആരെയാണ് പറയുന്നത്? പരന്തപ ആരുടെ പര്യായമാണ്? ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? അർജുനനാണ് പരന്തപ എന്ന് വെച്ചാൽ പരാജയമില്ലാത്തവനാണ്, എപ്പോഴും വിജയിക്കുന്നത്, ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നവനാണ് പരന്തപയുടെ അർത്ഥം. പരന്തപയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ശത്രുക്കളെ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല, അതാണ് പരന്തപ. എക്സ്ട്രീം സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അതായത് പരന്തപ എന്ന് അർജുനെ വിളിക്കുന്നത് വെച്ചാൽ ശത്രുവിനെ വെറുതെ വിടാൻ ചാൻസ് ഇല്ല, മിക്കവാറും തീർത്തിരിക്കും. അതാണ് പരന്തപ എന്നുള്ള പ്രയോഗം, അത്രയും സ്ട്രോങ് ആണ്. പിന്നെ ഗോവിന്ദം അല്ലെ, ഗോവിന്ദനെ പറയും. അപ്പോ വീണ്ടും അടുത്തത് ഗോവിന്ദ എന്ന് അവിടെ പ്രയോഗിക്കുന്ന. അപ്പൊ ആദ്യം നമ്മൾ ഋഷികേശനും ഗുഡാകേശന്റെയും വ്യത്യാസം കണ്ടു. ഗോവിന്ദം എന്ന് പറഞ്ഞാൽ, ഗോവിന്ദ എന്ന് പറഞ്ഞാൽ, ഗോ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ എന്നൊരർത്ഥമുണ്ട്. വിന്ദ എന്ന് പറഞ്ഞാല് ജ്ഞാനി, നോവർ എന്നർത്ഥം. അതായത് വേദം എന്ന് പറഞ്ഞാൽ എവറിത്തിങ് എന്നാണ് മീനിങ്. വേദം എന്ന് വെച്ചാൽ എല്ലാം ജ്ഞാനം ഉള്ളതാണ് വേദം എന്ന് പറയുന്നത്. വിന്ദ എന്ന് പറഞ്ഞാല് ജ്ഞാനി അല്ലെങ്കിൽ നോവർ. അപ്പോ നോവർ ഓഫ് എവറിത്തിങ്. ഗോവിന്ദനെ അവിടെ പറഞ്ഞ് എല്ലാം അറിയുന്ന ആളാണ് ഗോവിന്ദൻ. അപ്പൊ എല്ലാം അറിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഭൂതവും ഭാവി വർത്തമാനം എല്ലാം അറിയാൻ, സംഭവിക്കാൻ പോകുന്ന എല്ലാം അറിയാം എന്നുള്ള ഒരു ധൃതരാഷ്ട്രർക്ക് അടുത്ത ഒരു ഇത് കൂടി കൊടുക്കുക. അത് പറയുന്ന ആള് ആരാണ്? പരന്തപയാണ് അവിടെ അല്ലെ. ഒന്നാമത്തെ ലൈനിൽ ലാസ്റ്റ് പരന്തപയും പറഞ്ഞു. അപ്പോ അർജുനാണ് പരന്തപ. ആ പരന്തപയുടെ നേരത്തെ പറഞ്ഞ 100% വിജയം ഉറപ്പുള്ള ആളാണ്, 100% ശത്രുക്കളെ തകർത്തിരിക്കുന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോ ഇതിന്റെ ഒരു രണ്ടിനെ കൂടി ചേർത്ത ഒരു ഇതെന്താന്ന് വെച്ചാല്, അർജുനൻ എന്ന് പറയുന്ന വ്യക്തി അജ്ഞാനത്തെ ജയിക്കാൻ കെൽപ്പുള്ള ആളാണ്, കപ്പാസിറ്റി ഉള്ള ആളാണ്. അദ്ദേഹം പരന്തപയാണ്, ശത്രുക്കളെ കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ പറ്റുന്ന ആളാണ്. ആ വ്യക്തിയാണ് അവിടെ നിൽക്കുന്നത് ഉപദേശം കേട്ടുകൊണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രശ്നമേ ഉള്ളൂ, ഒരു ചെറിയ പ്രശ്നം പറ്റുള്ളൂ, ചെറിയ ജലദോഷപ്പനി എന്ന് പറഞ്ഞ ഒരു ചെറിയ പ്രശ്നമേ പറ്റിയിട്ടുള്ളൂ. ഇപ്പുറത്ത് നിൽക്കുന്ന ആള് ഋഷികേശനാണ്, ഇദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിയുമാണ്. അദ്ദേഹം മാത്രം എല്ലാം അറിയുന്ന ഗോവിന്ദനുമാണ്. അപ്പൊ ഋഷികേശനും ഗോവിന്ദനുമായ കൃഷ്ണൻ ഗുഡകേശനും പരന്തപയ അർജുനനോട് ഉപദേശം തുടങ്ങാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു ചെറിയ, നമ്മൾ സ്ഥാനം തട്ടി നേരാക്കില്ലേ, അത്രയേ ഉള്ളൂ എന്നുള്ള അർത്ഥമാണ് അവിടെ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് ഈ ശ്ലോകത്തിലൂടെ കൊടുക്കും അല്ലെ. ഇപ്പൊ നമ്മള് വെറുതെ ഈ ശ്ലോകം വായിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്ര പറഞ്ഞു അല്ലെ, അടുത്തതല്ലേ പറയുന്നത്. അപ്പൊ ഈ ശ്ലോകം നമുക്ക് അതുകൊണ്ട് തള്ളി വിടാം. പക്ഷെ അത്രയും അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ അർത്ഥങ്ങളും ഉണ്ടല്ലോ, എനിക്കറിയുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പൊ പിന്നെ നമുക്കത് പല രീതിയിലൊക്കെ ഇനിയും പറയാം, തൽക്കാലത്തിലേക്ക് നോക്കാം. അപ്പോ ഇത് പറഞ്ഞ് സഞ്ജയന് ഇത് പറയുമ്പോൾ ഈ ഇവിടേക്ക് ഒരു പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. അതായത് എന്ത് പറയുമ്പോഴും ഇവരിപ്പോ നേരത്തെ പറഞ്ഞു കാർപ്പണ്യദോഷോ പഹത സ്വഭാവം ശിഷ്യാഹം ശാതിമാന്തവം പ്രപന്നം കഴിഞ്ഞിട്ടും വീണ്ടും 8ാമത്തെ ശ്ലോകത്തില് നഹി പ്രപശ്യാമി തുടങ്ങി. കാരണം എന്താ വെച്ചാൽ എല്ലാം ഒന്നും കൂടി പഞ്ച് ചെയ്തിട്ടാണ് പറയുന്നത്. അതുപോലെ ധൃതരാഷ്ട്ര മുഖം കണ്ടപ്പോ സഞ്ജയ് തോന്നി ഒരു കുറച്ചും കൂടി എന്തെങ്കിലും ഒരു പ്രതീക്ഷ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതും കൂടി വെള്ളമൊഴിച്ച് കിടത്തിയേക്കാം എന്നുള്ളതാണ് 10ാമത്തെ ശ്ലോകം. മനസ്സിലായത്? അതാണ് ഭഗവാന് കൈമാറുന്നത്. അപ്പൊ അതാണ് 10ാമത്തെ ശ്ലോകം. ഇതിലെന്തെങ്കിലും ഉണ്ടോ സംശയം? സഞ്ജയൻ ഇംപാർഷ്യലാണ്. സഞ്ജയൻ കൗരവപക്ഷത്താണ്. ആക്ച്വലി സഞ്ജയൻ യുദ്ധത്തിലാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞു ഓർക്കുന്നത്. സഞ്ജയൻ യുദ്ധത്തിലുണ്ട്. സഞ്ജയൻ യുദ്ധക്കളത്തിൽ നിന്ന് ഇദ്ദേഹം വീഴില്ലേ, മറ്റേ ഭീഷ്മര് വീഴുമ്പോ അത് പറയാൻ വരുന്നതാണ് ശരിക്കും, അല്ലാതെ ഇത് ആദ്യം പോലെ ഇരിക്കണേ അല്ല. അപ്പൊ ഇതുവരെ പറയുന്നതെല്ലാം പാസ്റ്റാണ് ശരി, ഇതെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. ഇത് കാരണം അത് അങ്ങനെയാണ് ഇത് നടക്കുന്നത്. ഇപ്പൊ നമ്മൾ റീക്യാപ്പ് എന്നൊക്കെ പറയണ പോലെ അതാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഈ 18 ദിവസത്തിൽ 10ാം ദിവസം അങ്ങാണ്ട് ഭീഷ്മര് വീഴും അല്ലെ, 10ാം ദിവസം. അപ്പൊ 10ാം ദിവസം അദ്ദേഹം അത് പറയാൻ സഞ്ജയൻ വരികയാണ്. അതുവരെ സഞ്ജയന് യുദ്ധത്തിൽ പങ്കെടുക്കാത്തവര് 6, 7, 9 പേരെങ്ങാണ്ടേ ഉള്ളൂ. 9 അല്ല, വളരെ കുറച്ചേ ഉള്ളൂ, വിദുരര് പോലെ.
കാരണം അദ്ദേഹം തീർത്ഥാടനത്തിനാണ്. പക്ഷെ സഞ്ജയൻ കൗരപക്ഷത്താണെങ്കിലും ഇപ്പൊ അദ്ദേഹത്തിന് ഒരു ഡ്യൂട്ടി അത് അദ്ദേഹത്തിന് ഒരു കഴിവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അവിടെ കണ്ടത് അങ്ങനെ തന്നെ പറയും. പക്ഷെ അദ്ദേഹത്തിനൊപ്പം തന്നെ അദ്ദേഹത്തിന് കുറച്ച് എത്തിക്സ് ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ക്യാരക്ടറിനെ നമ്മൾ മനസ്സിലാക്കണം. ധൃതരാഷ്ട്രത പോലെയല്ല സഞ്ജയന് എത്തിക്സ് ഉണ്ട്. സഞ്ജയന് കുറച്ചും കൂടി, ഞാൻ വെറുതെ സാധാരണ ഒരാളെ വിളിച്ചിട്ടല്ല ഈ ഒരു കഴിവ് കൊടുത്തത് പറയാൻ എത്തിയിരിക്കുന്നതിന്. അപ്പൊ സഞ്ജയൻ നല്ലൊരു ചോദ്യം. അപ്പൊ സഞ്ജയനെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കും ഒരു വെറുതെ പറഞ്ഞത് ഇങ്ങനെ വളവളന്നല്ല പറയുന്നത് അദ്ദേഹം, അല്ലെ? അദ്ദേഹം അവിടെയും അത് നോക്കിയിട്ട് അദ്ദേഹത്തിനെ തിരുത്തണമെങ്കിൽ ഒന്ന് തിരുത്താം എന്നുള്ളൊരു ഇതിലാണ് അദ്ദേഹം ചെയ്യുന്നത്. അതാണ് ഈ പ്രയോഗങ്ങൾ. കാരണം ഇപ്പോഴേ തന്നെ ഒരൊറ്റടിക്ക് ഷോക്ക് കൊടുക്കണ്ട, എന്തായാലും ഇത് എന്താ സംഭവിക്കാമെന്ന് സഞ്ജയൻ ഏതാണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം കൃഷ്ണനെയും അർജുനെയും സഞ്ജയൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിപ്പോ സഞ്ജയന്റെ പുനർജന്മം അല്ല കഴിഞ്ഞ ജന്മമൊക്കെ നമ്മൾ എടുത്ത് നോക്കേണ്ടി വരും, എനിക്കറിയില്ല, നമുക്ക് അന്വേഷിക്കാം. അപ്പൊ മനസ്സിലാവാതെ എന്താണ് അത് കിട്ടാൻ കാരണം. അതും കാരണം എവിടെ കൃഷ്ണനെ അർജുനെയൊക്കെ കണ്ട് അവിടെ ആ ഒരു റീഇൻകാർണേഷൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒരു വ്യക്തിത്വങ്ങളായിരിക്കും ഇന്നത്തെ. അത് നമുക്ക് നോക്കാം. അപ്പോ അത് തീർച്ചയായും അദ്ദേഹം ഒരു നിഷ്പക്ഷനായി തന്നെയാണ് ഇതിപ്പോ പറയുന്നത് ആ പക്ഷത്തിൽ. അടുത്തതിലേക്ക് പോവാം. അപ്പൊ അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം 10. തമോവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിതം വചഃ. തമോവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. തമോവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ഹരേ കൃഷ്ണ. വായിക്കുവാൻ. തമോവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. തമോവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. തമോവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ഹരേ കൃഷ്ണ. മീനിങ് വായിക്കാം. ഭാരത, ഹേ ഭാരത, ധൃതരാഷ്ട്ര രാജാവേ, ഉഭയോ സേനയോ, രണ്ടു സൈന്യങ്ങളുടെയും മധ്യത്തിൽ വിഷീദന്തം വിഷാദഗ്രസ്തനായിരിക്കുന്ന തം അദ്ദേഹത്തോട് ഋഷികേശൻ ഇന്ദ്രിയാധീശനായ കൃഷ്ണൻ പ്രഹസൻ ഇവ മന്ദസ്മിതം തൂക്കിക്കൊണ്ട് ഇതം വചഃ ഈ വാക്കുകൾ വാച പറഞ്ഞു. വിവർത്തനം അല്ലയോ ഭാരത, അപ്പോൾ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ വെച്ച് മന്ദഹാസത്തോടെ കൃഷ്ണൻ ദുഃഖിതനായ അർജുനനോട് പറഞ്ഞു. അത്രയേ ഉള്ളൂ ശ്ലോകം. അപ്പോ ഇവിടെ ഭാവാർത്ഥം ഒന്ന് വായിക്കാം. ഉറ്റമിത്രങ്ങളായ ഋഷികേശനും ഗുഡാകേശനും തമ്മിലുള്ള സംഭാഷണം തുടരുകയാണ്. സുഹൃത്തുക്കളാകയാൽ ഇരുവരും ഒരേ നിലയിലുള്ളവരാണ്. ഒരാൾ സ്വമേധയാ മറ്റേയാളിന്റെ ശിഷ്യനായി, സ്നേഹിതൻ ശിഷ്യനായതോർത്താണ് കൃഷ്ണൻ മന്ദഹസിച്ചത്. എല്ലാവരുടെയും പ്രഭുവായിക്കൊണ്ട് സർവേശ്വരനായ അദ്ദേഹം എപ്പോഴും ഉന്നത പദത്തിൽ വർത്തിക്കുന്നു. ഇങ്ങനെയാണെങ്കിലും ഭഗവാൻ ഭക്തന്മാരുടെ ഇഷ്ടാനുസരണം സുഹൃത്ത്, മകൻ, കാമുകൻ എന്നീ വേഷങ്ങൾ സ്വീകരിക്കാൻ സമ്മതിക്കുന്നു.
ഗുരുവായി സ്വീകരിച്ചപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം ഗുരുസ്ഥാനം സ്വീകരിക്കുകയും ആചാര്യൻ ശിഷ്യനോടെന്ന പോലെ ഗാംഭീര്യത്തോടെ യഥാവിധി സംസാരിക്കുകയും ചെയ്യും. ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള ഈ സംവാദം ഇരു സൈന്യങ്ങളുടെയും നടുവിൽ വെച്ചായിരുന്നതിനാൽ രണ്ടു കൂട്ടർക്കും ഗുണപ്രദമായെന്ന് വേണം കരുതാൻ. ഏതെങ്കിലും പ്രത്യേക വ്യക്തിക്കോ സമൂഹത്തിനോ വർഗത്തിനോ വേണ്ടിയുള്ളവയല്ല ഭഗവത്ഗീത വചനങ്ങൾ. ഏവർക്കും ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ളതാണ്. ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും അത് കേൾക്കാൻ ഒരേ വിധം അർഹതയുണ്ട്. എന്താ നോക്കിയ സംഭവം? ഇവിടെ മറ്റൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പോയിന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് അല്ലെ. നേരത്തെ ഭഗവാൻ സഞ്ജയൻ ആ ഒരു ധൃതരാഷ്ട്രയെ ഒന്ന് ആ ഇല്ലൂഷനിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു വ്യാമോഹത്തിൽ നിന്ന് ഉണർത്താനായിട്ടുള്ള പ്രയോഗങ്ങൾ ചെയ്തു. ഋഷികേശ, ഗുഡാകേശ, പിന്നെ അതുപോലെ തന്നെ പരന്തപ, ഗോവിന്ദയൊക്കെ ഉപയോഗിച്ചു. ഇവിടെ ആദ്യം തന്നെ ഭാരത എന്നാ വിളിക്കുന്നത് അല്ലെ. ഭരത മഹാരാജന്റെ ഡിസെൻഡന്റ് ഓഫ് ഭരത. അപ്പൊ ഭരതന്റെ ഡൈനാസ്റ്റി ആണല്ലോ ശരി. അപ്പോ ഓ ഭാരത എന്നാണ്, അതാണ് ത്രിരാഷ്ട്ര സംബോധന ചെയ്യുന്നത് ഒന്ന്. അപ്പൊ അവിടെയും നമ്മൾ ഇത് മുന്നേ വന്നിട്ടുണ്ട്, 1-ാമത്തെ അധ്യായത്തിൽ വന്നിട്ടുണ്ട്. ആ വിളി തന്നെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത്രയും വലിയൊരു അല്ലെ ഒരു പരമ്പരയിൽ വരുന്ന അദ്ദേഹമാണ് അങ്ങ് എന്നുള്ളൊരു സൂചനയാണ് കൊടുക്കുന്നത്. അല്ലാതെ നമ്മളൊരു പാർഷ്യാലിറ്റിയും അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ലാത്ത ഒരാളാണ്. അത്രയും ഒരു പരമ്പരയിലാണ് വരുന്ന രാജാവാണ് ധൃതരാഷ്ട്രം. പിന്നെ ഇവിടെ വീണ്ടും വന്നിരിക്കുന്ന എന്താണ്, ഇവിടെ വീണ്ടും ഋഷികേശൻ വന്നിട്ടുണ്ട് അല്ലെ. ഋഷികേശൻ വീണ്ടും ഇന്ദ്രിയങ്ങളുടെ നാഥനായ കൺട്രോളർ ഓഫ് സെൻസസ് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു വാക്ക് വിഷീദന്തമിതം വച്ച. വിഷീദന്തം മുന്നേ നമ്മൾ വന്നിട്ടുണ്ട്. വിഷീദന്തം എന്ന് വെച്ചാൽ വിഷാഗ്ര. ഏതാ ഫസ്റ്റ് ശ്ലോകം എന്തായിരുന്നു? തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിതം വാക്യം ഉവാച മധുസൂദൻ അല്ലെ. അപ്പൊ അവിടെ വിഷീദന്തത്തിന്റെ അർത്ഥം എഴുതിയിരിക്കുന്നത് ഏറ്റവും വിഷാദത്തോട് കൂടിയിരിക്കുന്ന. അപ്പൊ അത് തന്നെയാണ് വിഷാദഗ്രസ്തനായ ഇവിടെ അർത്ഥം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് റിപ്പീറ്റ് ആയി വന്നിരിക്കുന്ന ഒരു വാക്കാണ് വിഷീദന്തം. അപ്പൊ ആ ഒന്നും ഇതില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ. അതുപോലെ വാക്കുകൾ അവിടെ ഇവിടെയൊക്കെ വരും, അപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാം. അപ്പൊ ആ അവസ്ഥയിൽ ഇരിക്കുന്ന അത്യന്തം ദുഃഖിതനായ അർജുനനോട് ഭഗവാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു കാര്യങ്ങൾ 1-2 സേനയോരുപയോർ മധ്യം വന്നിട്ടുണ്ട് അല്ലെ. 1.21 വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം വന്നിട്ടുണ്ടാവും. ഇത് 3-ാമത്തെ ആയിരിക്കും അല്ലെ. സേനയോർ ഉപയോർ മറ്റേ രസം സ്ഥാപയമേച്ചത് 1.21. പിന്നെ കൊണ്ട് നിർത്തി എന്ന് പറഞ്ഞൊരു ശ്ലോകം കൂടിയുണ്ട് 1.24 അല്ലെ. 1.24 ആണ്. അതിലും വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി ഓരോന്ന് നോക്കാം. 1-ാമത്തെ കാര്യം 1.21 ഒരെണ്ണം വരുന്നത് അല്ലെ. സേനയോർ ഉപയോർ മധ്യ രസം സ്ഥാപയം. അപ്പൊ അവിടെ നമ്മൾ കണ്ട കാര്യം അർജുനൻ ഒരു കോൺഫിഡൻസിലാണ് കൊണ്ട് നിർത്തുന്നത് അല്ലെ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് പ്രഹസന്നിവ ഭാരത, അതായത് പ്രഹസന്നിവ എന്ന മന്ദസ്മിതം തൂക്കിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതിന് ഇവിടെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ഒരു ശൈലിയാണത്. അതായത് ഇത്രയും ഒരാൾ അത്രയും നെഞ്ചിടിപ്പോടെ അത്ര ഇതായിട്ട് നിൽക്കുമ്പോൾ ഭഗവാൻ എന്താണ് പറയുന്നത്? ഭഗവാൻ ടെൻഷനൊന്നും അടിക്കുന്നില്ല. ഭഗവാൻ ടെൻഷൻ ഇല്ലല്ലോ. ഭഗവാൻ അവിടെ നിന്നിട്ട് വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ടാണ്. ശരിക്കും ഭഗവാൻ എന്താ ചെയ്യുന്നതെന്നറിയോ? സാധ്യത കൃഷ്ണൻ പൊട്ടിച്ചിരിക്കണ്ടാവും. പൊട്ടിച്ചിരിക്കാനുള്ള ഒരു ഇതിലായിരിക്കും. കാരണം അവിടെ സംഭവിക്കുന്ന അവന് ചിരി വരും. കാരണം അദ്ദേഹം ഭയങ്കര ഇതായിട്ട് സേനയോർ ഉപയോർ മറ്റേ രഥം സ്ഥാപയമേ വെച്ചതൊക്കെ പറഞ്ഞു അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം തളർന്നു. പിന്നെ അദ്ദേഹം ആർഗ്യുമെന്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ. ധർമ്മശാസ്ത്രം കൊണ്ട് ഭഗവാനെ എങ്ങനെ ഇത് പറഞ്ഞിരുത്താന്നുള്ള ഭയങ്കര ആർഗ്യുമെന്റ് വക്കീലിനെ പോലെയൊക്കെ വാദിച്ച് അവസാനം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പ്രശ്നം കണ്ടുപിടിച്ച് അദ്ദേഹം തന്നെ ശിഷ്യസ്ത്യാഹം ശാതിമാം ത്വം പ്രപന്നവും പറഞ്ഞ് ശിഷ്യനായി സ്വീകരിച്ചപ്പോ ഭഗവാൻ സത്യം പറഞ്ഞ നമ്മളാണെങ്കിൽ എന്ത് ഇതെല്ലാം നടക്കുന്നത് വളരെ എല്ലാം കൂടി 700 ശ്ലോകം നടന്ന അരമണിക്കൂറിലാന്ന് പറഞ്ഞു. അപ്പൊ ഇതെത്ര സമയം എടുത്തണം അല്ലെ. അപ്പൊ തന്നെ ഭഗവാൻ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടോ. പിന്നെ ഭഗവാൻ വളരെ കാരുണ്യവാനായതുകൊണ്ട് സുഹൃത്തിന്റെ ഈ അവസ്ഥ കണ്ട ഭഗവാൻ എന്ത് ചെയ്തു? പ്രഹസന്യവ എന്ന് വെച്ചാൽ മന്ദസ്മിതം തൂക്കിയോ. ഭഗവാൻ ഒന്ന് വളരെ സുന്ദരമായിട്ടൊന്ന് ചിരിച്ചു. അപ്പൊ ചിരിച്ചതിന്റെ കാരണം ഇതാണ്, ആ ഒരു ചേഞ്ച്, വ്യത്യാസം വന്നിരിക്കുന്ന ചേഞ്ച്. ഇപ്പൊ നമ്മളിലും ഇതുപോലെ ഓരോന്നൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോ ഭഗവാൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും. ഭഗവാൻ ഒരു ചിരി വരും.
ഭഗവാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇത് കരുതുന്നത്. അപ്പൊ നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ ചിന്തിച്ചോളുക ഭഗവാൻ ചിരി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ ആ ടെൻഷന്റെ ആവശ്യമില്ല. കാരണം നമ്മളിപ്പോ ഒരു പ്രശ്നങ്ങൾക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പറയില്ല. ഇപ്പോ ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെറുതായിട്ട് വന്നു കഴിയുമ്പോഴേക്കും അപ്പോഴേക്കും BP കയറി വളരെ ഇതാവും അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഇപ്പോ ആരെങ്കിലും പുറത്തു മകനോ മകളോ അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോയിരിക്കുന്നു, കാണാൻ വൈകുന്നു അല്ലെങ്കിൽ അതിന്റെ കാര്യത്തിൽ പോകുന്നു, പല എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ വീട്ടിലിരിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ അത് കണ്ടിരുന്ന ഒരാൾക്ക് ഒരു ടെൻഷൻ പൊതുവെ വരും അല്ലെ, സ്വാഭാവികം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ കുറെ ടെൻഷൻ അടിച്ചാൽ സംഭവിക്കുന്നത് നമ്മുടെ ആരോഗ്യം തകരില്ല മാത്രമേ സംഭവിക്കൂ. ഇതുകൊണ്ട് ആ വ്യക്തി പോയ കാര്യത്തിനോ അദ്ദേഹം തിരിച്ചു വരുന്നതിനോ വരാതിരിക്കുന്നതിനോ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല അല്ലെ. ഇതാണ് ജ്ഞാനം. ഈ തിരിച്ചറിവ് നമുക്ക് വരണമെങ്കിൽ നമുക്ക് സ്റ്റെഡിനെസ് വരണം. ഈ പെൻഡുലത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഈ ആട്ടം നമുക്ക് നിൽക്കണം. അപ്പൊ ആ വേവലാതി നമ്മളിൽ ഉണ്ടാകും, പക്ഷെ അത് നമ്മളിൽ പ്രകടമായി നമ്മുടെ പഹത സ്വഭാവം സംഭവിക്കില്ല, നമ്മുടെ സ്വഭാവത്തിനെ മാറ്റില്ല. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാല് ഇന്ന് കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുക, പക്ഷെ അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു. ഒരാൾ വന്നിട്ടില്ല, പുത്രൻ പുറത്തു പോയി വന്നില്ല, അല്ലെങ്കിൽ പുത്രി ഏതാണ്ട് എക്സാമിന് പോയി, അല്ലെങ്കിൽ ഭാര്യ വന്നിട്ടില്ല, ഭർത്താവ് വന്നിട്ടില്ല, അച്ഛൻ വന്നിട്ട് എന്താ ഒരു ഇതുണ്ട്. അപ്പൊ അതിലേക്ക് മനസ്സ് കുക്കായപ്പോ ഇവിടെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഭഗവത്ഗീത വായിക്കാൻ പറ്റണില്ല, ഒന്നും വായിച്ചിട്ട് തലേ കയറാനില്ല, കുക്ക് ചെയ്യാൻ തോന്നില്ല, ഇന്നലത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അത് ചൂടാക്കി കഴിക്കാൻ തീരുമാനിക്കുന്നു. അതായത് മുഴുവൻ ഒരു ശരിയല്ല, ഇങ്ങനൊരു ഇത് നമുക്ക് സംഭവിക്കും. എല്ലാത്തിനുള്ള ഒരു തണുപ്പായി പോകും നമ്മൾ അല്ലെ. അതെന്തുകൊണ്ടാണ്? കാരണം നമുക്ക് ആ ഒരു ഉണർവില് മനസ്സിനെ നിർത്താൻ സാധിക്കില്ല. അത്രയും സെൻസിറ്റീവാണ് നമ്മുടെ മനസ്സ്. കാരണം ഇന്ദ്രിയങ്ങൾ അത്രയും നമ്മളെ ഇതാണ്. അപ്പോ അത് സാധിക്കാതെ ഇരിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പൊ പറഞ്ഞു വന്ന ഇതാണ്. അപ്പൊ അപ്പോ ഭഗവാന്റെ ചിരി ഒന്ന് മനസ്സിൽ ഓർക്കുക. ടെൻഷൻ അടിക്കുമ്പോൾ ഭഗവാൻ ഇപ്പൊ ചിരി തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. കാരണം നമ്മളും ചിരിക്കുക. കാരണം അത് അങ്ങനെ നമ്മൾ അതിനെ മാറ്റിയെടുക്കാനുള്ളത്. കാരണം ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ള ചിന്ത വന്നാൽ ഭഗവാന്റെ ചിരി നമ്മളിലും വരും. അങ്ങനെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഭഗവാൻ കൂടെ ഉണ്ട്, ഇല്ലാന്ന് ചിന്തയല്ല, പക്ഷെ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കണം. ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു മനസ്സിലാക്കലാണ് സെൽഫ് റിയലൈസേഷന്റെ ഒരു പ്രധാന ഘടകം. അപ്പൊ നമുക്ക് സെൽഫ് റിയലൈസേഷൻ, നമുക്ക് ഭഗവാൻ എന്താന്ന് മനസ്സിലായി, സുപ്രീമസി മനസ്സിലായി, നമ്മുടെ ശരീരമല്ല ആത്മാവെന്ന് മനസ്സിലായി എന്നൊക്കെ പറയുന്നത് ആ മനസ്സിലാക്കലെല്ലാം വെറും മോളിലാണ്, നമ്മൾ മനസ്സിലേക്ക് ആയിട്ടില്ല അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് വേവലാതി വരുമ്പോൾ നമ്മൾ വറിയാവുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാൻ നമുക്ക് പ്രാക്ടീസ് ആവശ്യമാണെന്നുള്ളത് അതൊരു കാര്യം. ഇനി വേറെന്താ, പിന്നെ ഇതിനകത്ത് പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഭഗവാന്റെ ഒരു സൈഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഫ്രണ്ടായിരുന്നു, ഇപ്പോ അദ്ദേഹം തന്നെ പറഞ്ഞ് ഗുരുവാണെന്ന് ഭഗവാൻ അതിനും തയ്യാറായി കഴിഞ്ഞു. ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിപ്പോ ഇതുവരെ കണ്ട കൃഷ്ണനല്ല ഇനി വരാൻ പോകുന്നത്. ഇനിയുള്ളത് തത്വങ്ങളാണ് പറയുന്നത്, സിദ്ധാന്തങ്ങൾ, തത്വങ്ങളാണ്, ഫിലോസഫി പറയും ഭഗവാൻ. അപ്പോ ഭഗവാൻ ആ ഒരു ഗാംഭീര്യ ഭാവത്തിലേക്ക്, ആ ഒരു സീരിയസ് റോളിലേക്ക് ഭഗവാൻ വരികയാണ്. ചിരിയെല്ലാം മാറി അപ്പോൾ ആ ഒരു ഇതിലേക്ക് പോയത്. അപ്പൊ ഭഗവാൻ തന്റെ ഭക്തന് വേണ്ടി എന്തും ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. എന്ത് രൂപം, അച്ഛനാവണോ മകനാവണോ അല്ലെങ്കിൽ മകൻ എന്ത് രൂപത്തിലും ഭർത്താവാവണം, എന്ത് രീതിയിലും കാമുകൻ എല്ലാം ആയി ഭഗവാൻ ഭക്തന് വേണ്ടി ഭഗവാൻ എന്തും ചെയ്യും. അതുകൊണ്ട് തന്നെ ഭക്തി രസാമൃത സിന്ധു എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അത് നെക്ടർ ഓഫ് ഡിവോഷൻ. അപ്പൊ അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. അത് പറഞ്ഞാൽ നമുക്കത് നിരാശ പോലെ തോന്നും, പക്ഷെ നിരാശയല്ല. അതിനകത്ത് ഭക്തിയുടെ പല തലങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അതിനകത്ത് സാധന ഭക്തി. അപ്പൊ അതിനകത്തൊരു അതൊരു ദിവസം പറയാം. അത് കുറച്ച് കട്ട് ചെയ്താണ്, പക്ഷെ അത് നല്ലതാണ്. അതിനകത്തൊരു കാര്യം പറയുന്നത് വെച്ചാല് ഭഗവാന്റെ ഭക്തി ഭഗവാൻ വിചാരിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. അതിനകത്ത് ശ്ലോകങ്ങളുണ്ട്. അത ശ്രീകൃഷ്ണ നാമാദി ഗ്രാഹ്യമിതി എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാല് ഭഗവാനെ നമ്മള് ഭക്തിയിലൂടെ നമ്മൾ കീഴ്പ്പെടുത്തിയാൽ ഭഗവാൻ നമ്മളുടെ ദാസനാകുമെന്ന് പറയാൻ പാടില്ല, പക്ഷെ ആകുന്ന പോലെ ആകും. എന്ന് വെച്ചാൽ നമ്മൾ ഭഗവാന്റെ ദാസനാണെങ്കിലും ഭഗവാന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഭക്തിയുടെ തോത് അത്രയ്ക്കും പ്യുവറായി കഴിയുമ്പോൾ ഭഗവാൻ നമ്മൾക്ക് വേണ്ടി എന്തും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ലെവലിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ ഭഗവാൻ മായയെ ഉപയോഗിക്കും. മനസ്സിലായോ?
കാരണം അതും ഭഗവാന്റെ ശക്തിയാണ്. അതായത് അതാണ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഭഗവാൻ ഇത്രയും ചെയ്തു, എനിക്ക് എന്താ ഇങ്ങനെ വരുന്നത്. ഭഗവാൻ അവസാന നിമിഷം വരെ മായയിട്ട് കളിക്കും. അതും ഭഗവാന്റെ ശക്തിയാണ്, എല്ലാം ഭഗവാന്റെ. അപ്പോ അതൊരു പ്രധാന കാര്യമാണ്. അപ്പൊ അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ ചിലപ്പോൾ ചിലർ പറയും, ഞാൻ ഇത്രയും കാലം ഭഗവാനെ ഇത് ചെയ്തിട്ട് ഒരു എനിക്കിങ്ങനെ ആണല്ലോ വരുന്നത്, അതുകൊണ്ട് ഇനി ഞാൻ ഭഗവാനുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും ആ അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. കാരണം ഭഗവാൻ നമ്മൾ ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് പറഞ്ഞ അവസാനം വരെ പരീക്ഷ. കാരണം ഇതെല്ലാം നമുക്ക് അനുഭവിക്കാനുള്ളതാണ്, ബേസ്ഡ് ഓൺ നമ്മുടെ പ്രീവിയസ് കർമ്മം. ഭഗവാനെ നമ്മൾ വിളിച്ചു കഴിയുമ്പോൾ നമ്മൾ ഭഗവാൻ അത്ര ഒരു അവസ്ഥയിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ വിചാരിക്കും എനിക്കിങ്ങനെ അവസ്ഥയാണ്. അപ്പോൾ വിചാരിക്കുക ഇതിലും ഭീകരമായ ഒരു അവസ്ഥയിൽ നിന്ന് ഭഗവാൻ നമ്മളെ കരകയറ്റിക്കൊണ്ടിരിക്കുന്നതാണെന്ന് വിചാരിക്കുക. ഒരിക്കലും പുറകോട്ട് പോകാനോ ഭഗവാനെ തള്ളി പറയാനോ പാടില്ല. അതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം അപ്പോഴാണ് ഈ പറഞ്ഞ, കാരണം അവസാന പരീക്ഷണം വരെ ഭഗവാൻ എല്ലാ രീതിയിലും നമ്മളെ പിന്തിരിപ്പിക്കാൻ മായയെ ഉപയോഗിക്കും. ആ മായാശക്തി തന്നെ അത് ഭഗവാന്റെ തന്നെ, എല്ലാം ഭഗവാന്റെ ആണല്ലോ. അപ്പൊ ഭഗവാന്റെ ശക്തി പവർ ഉണ്ട്. അത് നമ്മള് ഒരു കുറച്ചും കൂടി കഴിയുമ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ വരും, ഇതിനകത്ത് വരും, പർപ്പറ്റിൽ വരും. അടുത്ത ഓരോ ചാപ്റ്ററുകളിലേക്ക് കയറുന്നതോടും വരും. അപ്പൊ ഒരുപാട് സംശയങ്ങൾ വരും, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നൊക്കെ വരും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിച്ചത്, ഈ മായ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ശക്തിയാണ്. അപ്പൊ അത് നമ്മളെപ്പോഴും പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. കാരണം ഇത് നമ്മൾ ഇങ്ങനെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ തരും. ദൈവം എന്നൊരു കൺസെപ്റ്റ് നമുക്ക് അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ്. അത് അല്ലെ, നമുക്ക് അങ്ങനെയല്ലേ, നമ്മൾ ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് തരാനുള്ള ഒരാൾ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്താ ചോദിക്കുന്ന ആൾക്ക് ഇങ്ങനെ കൊടുക്കുന്നു. അത് നമ്മൾ കണ്ടെന്ന് വെച്ചാൽ അതാണ് ഡെമി ഗോഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ അതെല്ലാം നമ്മളുടെ കാര്യസാധ്യതയ്ക്കുള്ള ദൈവങ്ങളുടെ കാര്യവും നമ്മൾ അത് അതിനുള്ളത് തന്നെയാണ്. പക്ഷെ മനുഷ്യൻ എന്ന ആള് വീണ്ടും ജനിച്ച് പോകാനാണെങ്കിൽ അവർ മതി, നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഇത് ബ്രേക്ക് ചെയ്യണം എന്നുള്ള നമ്മളുടെ പരമമായ ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് ഈ ഓർബിറ്റിൽ ഇങ്ങനെ ഇവര് കണ്ടിട്ടില്ല, ISRO ഇങ്ങനെ വിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓർബിറ്റ് മാറ്റി അവർ കൊണ്ടുപോകും. ഓർബിറ്റായിട്ട് ഒരു ഇത്ര സ്ഥലത്താകുമ്പോൾ അവരെന്ത് വെച്ചാൽ എക്സ്ട്രാ ഇത് എൻജിൻ വർക്ക് ചെയ്യിച്ചിട്ട് ആ ഓർബിറ്റിൽ നിന്ന് പുറത്തേക്കാവുന്ന ഒരു സ്പീഡ് എടുപ്പിച്ചിട്ടാണ് അവർ ആ കറക്റ്റ് ഇന്ന റേഡിയസിൽ ചാടിച്ചിട്ട് അടുത്ത റേഡിയസിലേക്ക് കയറ്റും. അങ്ങനെ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ ആ ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരുന്ന നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ജന്മ മൃത്യു ജരാവാതി. ഒരു എക്സ്ട്രാ എഫർട്ട് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ അടുത്ത ഓർബിറ്റിലേക്ക് നമ്മൾ മാറാനായിട്ടാണ് ഇതെല്ലാം. മാറണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കാം. അതാണ് ഞാൻ പറഞ്ഞ വ്യത്യാസം. അപ്പൊ ആ വ്യത്യാസം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം. അപ്പൊ അവിടെയാണ് കൺസെപ്റ്റ് മാറുന്നത്, പ്രാർത്ഥനയുടെ കൺസെപ്റ്റ് ഒക്കെ മാറുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും, അതിന്റെ വീണ്ടും കമ്മിറ്റ്മെന്റ് നമ്മളതിങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരു കാര്യം ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു വെരി ഇമ്പോർട്ടൻറ്റ് തിങ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും ഇവിടെ ഗാംഭീര്യത്തോടുകൂടി യഥാവിധി ഭഗവാൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇതെല്ലാം ഭഗവാൻ പറയുന്നത് ഇപ്പൊ അർജുനൻ ചോദിക്കണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്നത്, കൃഷ്ണ എന്താണ് ഇത്? അല്ല അർജുന, എല്ലാവരും കാണുന്ന ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞ് നേരെ മാറ്റി നിർത്തിയിട്ട് കൊണ്ടുപോയിട്ട് അല്ല ഇതൊന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഇതെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? ആ ഇരു സൈന്യങ്ങളുടെയും നടുവിലാണ്. അങ്ങനെ ഒരു സംസാരം അവിടെ നടക്കുമ്പോൾ മറ്റുള്ളവര് കേൾക്കുന്നുണ്ട്, അല്ലെ? പലരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും. ഒരു പടയാളികളും ഫ്രണ്ടിൽ നിൽക്കുന്നവരും അവരെല്ലാം ഇത് കാണുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം. അപ്പൊ അതെന്തിനെ കുറിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഭഗവത്ഗീത എന്നുള്ളത് അതായത് ഇപ്പുറത്തെ ഒരു ധർമ്മം, ഇപ്പുറത്തെ ഒരു അധർമ്മക്കാര് നിൽക്കുന്നുണ്ട്, അല്ലെ? യുദ്ധം ചെയ്യാനിങ്ങനെ നിൽക്കുക പലതരം ആൾക്കാരുണ്ട്. അതിനകത്ത് നോക്കുക, ഒന്ന് മിത്രം. ഇപ്പൊ നമ്മൾ പാണ്ഡവരെ മിത്രം എന്ന് നമ്മൾ വിളിച്ചാൽ അപ്പുറത്ത് ശത്രുവാണ്, അല്ലെ? മിത്രമുണ്ട്, ശത്രുവുണ്ട്. ഇനി ഇതിനകത്ത് ആരൊക്കെയുണ്ട്? ഇതിനകത്ത് സേനാധിപതികളുണ്ട്, പ്രധാന രാജാക്കന്മാരുണ്ട്, അല്ലെ? പടയാളികളുണ്ട്, സാധാരണ ആൾക്കാരോട് എല്ലാവരും ഉണ്ട്. അപ്പൊ ആ മെസ്സേജ് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ, എല്ലാത്തരം ആൾക്കാർക്കും, ശത്രുവിനും മിത്രത്തിനും, ഏത് തരം ആൾക്കാർക്കും, സമൂഹത്തിലെ ഏറ്റവും ഉന്നതിയിലുള്ള രാജാവിന്റെ ലെവലിലുള്ള ആൾക്കാർ, വെറും സാധാരണ പടയാളികൾക്ക് എല്ലാം മുന്നിൽ വെച്ച് ഓപ്പൺ ആയിട്ട് രണ്ടിന്റെ നടുവിലാണ് ഉപദേശിക്കുന്നത്. മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇതിനകത്ത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ അങ്ങനെയുള്ള തരംതിരിവില്ല, പാവപ്പെട്ടവൻ പണക്കാരെന്നില്ല, ഒരു രീതിയിലുള്ള ഒരു സെപ്പറേഷൻ, എല്ലാവർക്കുമുള്ള
മാൻ കൈൻഡിനുള്ള മനുഷ്യനുള്ള മനുഷ്യ സമുദായത്തിന് തന്നെയുള്ള ഒരു പുസ്തകമാണ് അല്ലെങ്കിൽ സന്ദേശങ്ങളാണ് ഭഗവത്ഗീത എന്നുള്ള കാര്യമാണ് അവിടെ ആ ഇതിലൊക്കെ വിശദീകരിച്ചത്. അപ്പൊ എല്ലാവർക്കും അത് ഒരേ വിധം കേൾക്കാനുള്ള അർഹതയുണ്ട്. പക്ഷെ പറഞ്ഞ പോലെ അത് നമ്മുടെ ഭാഗ്യമാണ് നമുക്കത് കേൾക്കാൻ സാധിക്കുന്നത് ഈ ജന്മത്തിൽ. അത്രേ ഉള്ളൂ ഇതിന്റെ പോയിന്റ്സ്, അത്രേ ഉള്ളൂ പറയാൻ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ബേസിക് ഒന്നുമില്ലല്ലോ. ഈ ഇത് പറഞ്ഞപ്പോ ഈ ഒരു വാക്കുകൾ നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഇപ്പോ ഹരേ കൃഷ്ണ സ്റ്റോപ്പ്.